പിന്നെ ഞങ്ങളൊക്കെ മിങ്കിളല്ലേ, ഒന്ന് പോടേർക്കാം. ശിവ പുച്ഛിച്ചു വിട്ടതും മുഖം തിരിച്ചിരുന്ന പാച്ചുവിന്റെ കണ്ണ് ഗേറ്റ് കടന്നു വരുന്ന റിനുവിൽ തങ്ങി നിന്നു. ഇത് ഞാനൊരു കലക്ക് കലക്കും. സ്വയമേ പറഞ്ഞ പാച്ചുവിനെ കണ്ണുരുട്ടി. അവസാനം അവൾ നിന്നെ കലക്കാതെ നോക്കിക്കോന്നും പറഞ്ഞു നമ്മൾ ശിവക്കടുത്തിരുന്നു. ഏയ് റാനിയ, ഒന്നിങ്ങ് വന്നേ. പാച്ചു വിളിച്ചത് കേൾക്കെ അവൾ അവർക്കടുത്തേക്ക് വന്നു. എന്താ? എക്സാം സിമ്പിൾ, ഞാൻ സിംഗിൾ, നമുക്കാവാം മിങ്കിൾ. സോ സോറി മാം, എനിക്ക് എക്സാം സിമ്പിൾ അല്ല. റീന അവനെ നോക്കി വിളിച്ചു. എന്നാ വേറെ പിടിക്കാം. പല്ല് തേക്കാൻ ബ്രഷ്, കുളിച്ചാൽ കിട്ടും ഫ്രഷ്, നീ എൻ്റെ ക്രഷ്. അത് പല്ലുതേപ്പും കുളിയും ഡെയിലി ചെയ്യുന്നവരോട് പോയി പറ. ബെസ്റ്റ്. എന്നാ വേറെ പറയാം. റോസാപ്പൂവിൽ മുള്ളുണ്ട്, റേഷൻ അരിയിൽ കല്ലുണ്ട്, എന്നാൽ എൻ്റെ മനസ്സിൽ നീയുണ്ട്. ഇൻസ്റ്റയിൽ ഞാനുമുണ്ട്, റീൽസ് കാണാറുമുണ്ട്, ഇതെല്ലാം കണ്ടിട്ടുമുണ്ട്. അവൻ പറഞ്ഞ അതേ ടൂണിൽ അവൾ തിരിച്ചടിച്ചതും അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ചിരിയെന്ന് പറയൂല, ആകെ ചമ്മി നാറിയ ഇളി. എന്നാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടി പറഞ്ഞോട്ടെ. പാച്ചു ചെറിയ കുട്ടികളെ പോലെ ചോദിച്ചത് കേൾക്കെ റിനുവിന് ചിരി വന്നു. നീ എത്ര വേണേലും പറഞ്ഞോടാ, കേൾക്കാൻ ഞാൻ തയ്യാറാണ്. സാമ്പാർ വെക്കാൻ നിറപറ, നീ ഓക്കെ ആണേൽ അത് പറ, നമുക്ക് സെറ്റാക്കണ്ടേ മണിയറ. അയ്യ, അത് ഞാൻ എൻ്റെ കെട്ടിയോരൊപ്പം ഒരുക്കിക്കോളാം. എന്ത്? അല്ല മണിയറ, അപ്പോൾ നീ നൈസായിട്ട് തേച്ചല്ലേ, അത് നമ്മൾ സെറ്റായില്ലല്ലോ. എൻ്റെ മനസ്സിൽ സെറ്റായിരുന്നു. ഇത് കോഴി അടിക്കാതെ മോഞ്ചെന്ന് ക്ലാസ്സിൽ കയറാൻ നോക്കടാ. പൂടി. യോ, അറിസാറല്ലേ പോണേ? ഇനിയിപ്പോൾ ക്ലാസ്സിൽ കയറിയില്ലേ, അത് മതി, വാടാ. പാച്ചു വരാന്തയിലൂടെ നടന്നകലുന്ന അർഷിയെ നോക്കി പറഞ്ഞത് കേൾക്കെ റിനു അവൻ്റെ കയ്യിൽ പിടിച്ചു. അങ്ങേരെ നിങ്ങൾക്ക് പേടിയാണോ? പേടിയൊക്കെയാണ് മോളെ, ബട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇക്കാക്കയുമാണ് ആള്. പഠനത്തിൻ്റെ കാര്യത്തിൽ ആൾ നല്ല സ്ട്രിക്റ്റാണ്, അല്ലാതെ ആൾ പൊളിയാം, നല്ല കട്ട കമ്പനി. അതുപോലൊരു സാറിനെ കിട്ടിയിരുന്നേലെന്ന് കാണുന്നവർക്ക് തോന്നും, അത്രക്ക് പൊളിയാം. ആളെ കൊള്ളാല്ലേ, എനിക്ക് മാച്ചാണ് ആള്. എന്തേ, പ്രേമിക്കാൻ പോവാണോ? പ്രേമിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. സാറിൻ്റെ പിറകെ എത്ര പെൺകുട്ടികൾ നടന്നതാ, അവരെയൊക്കെ നിഷ്കരണം ഒഴിവാക്കിയ സാറിനാണോ നിന്നെ ഒഴിവാക്കാൻ പാട്? അപ്പോൾ അങ്ങേർക്ക് ഒരുപാട് പ്രപ്പോസൽസ് കിട്ടിക്കോ ഇവിടുന്ന്? ഇഷ്ടം പോലെ. എന്നാ ഞാൻ പോട്ടെ, അല്ലേ ആ കുറച്ച് സാർ എനിക്ക് ഇമ്പോസിഷൻ തരും. സാറിനെ ആരൊക്കെ പ്രപ്പോസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സാറ് തിരിച്ചിഷ്ടാന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വീർപ്പിച്ച മുഖം അങ്ങ് മാറ്റി ചിരിച്ചേക്ക്. പാച്ചു കളിയാക്കി പറഞ്ഞത് കേൾക്കെ അവൾ അവനെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അപ്പോൾ ആങ്ങളെ, ആ കുറശി സാറെക്കുറിച്ച് എന്ത് ന്യൂസ് കിട്ടിയാലും എന്നെ അറിയിക്കണേ. അതും പറഞ്ഞ് ഓടിയകന്ന് റിനുവിനെ അവനൊന്ന് നോക്കി. അങ്ങനെ സെറ്റാക്കാൻ വിചാരിച്ച പെണ്ണ് പാച്ചുവിനെ ആങ്ങളെയാക്കി. ഓട്ടെ, സാരല്ല പാച്ചു, ഇനി നീ വാ, നമുക്ക് ക്ലാസ്സിൽ കയറാം. ഷാസ് പാച്ചുവിനെ കളിയാക്കി പറഞ്ഞതും പാച്ചുവിൻ്റെ മുഖം വീർത്തു വന്നു. നോക്കിക്കും മോനെ, ഐറ നിന്റെ പ്രണയം സ്വീകരിക്കൂല. അവസാനം നീ മാനസമായ പാടി നടക്കേണ്ടി വരും. ഷാസിനെയും പുച്ഛിച്ചു പോയ പാച്ചുവിനെ കാണെ അവർക്ക് ചിരി പൊട്ടിയിരുന്നു. വെറുതെ ഓരോ കോമാളിത്തരം കളിച്ച് നടക്കല അവൻ്റെ പണി. അവളോട് തോന്നിയ ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, വെറുതെ ഓരോന്ന് പറഞ്ഞ് എല്ലാവരോടും കൂട്ടാവൻ നടക്കലാണ് ചെക്കൻ. തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അർഷിയെ റിനു കണ്ണുരുട്ടി നോക്കി. എന്താടി നിനക്കൊരു കലിപ്പ്? പിന്നെ മനുഷ്യരെ പേടിപ്പിക്കുകയാണോ? നീ പേടിച്ചു പോയോ? ആ പേടി മാത്രമല്ലല്ലോ, വേറെന്തോ പ്രശ്നമുണ്ടല്ലോ നിന്റെ മുഖത്ത്. ഉണ്ട്, നിങ്ങളെ പിറകെ കുറേ പെൺപിള്ളേരുണ്ടെന്ന് കേട്ടല്ലോ. ഏതിൻ്റെങ്കിലും പിറകെ പോയെന്ന് ഞാൻ കേട്ടാ കൊല്ലും ഞാൻ നിങ്ങളെ. അവൾ കലിപ്പോടെ മുഖം തിരിച്ചതും അവനൊരു ചിരിയോടെ അവളുടെ കവിളിൽ മുത്തി. എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉള്ളപ്പോൾ ഞാൻ എന്തിനാ വേറെ പെണ്ണിൻ്റെ പിറകെ പോണേ? അത് അവളുടെ ചുണ്ടുകളെ വിരിയിക്കാൻ മാത്രമുള്ളതായിരുന്നു. ഇപ്പം എനിക്കാ സങ്കടം. ഭാര്യയായി നീ വേറെ വിടുകയോ ഞാൻ വേറെ വിടുകയോ? ആകെ കൂടി നിന്നെ കാണാൻ കിട്ടുന്ന കോളേജിൽ നിന്നാ. അപ്പോയോ നേരം വൈകിയേ വരുമെന്ന് നീയും. ഇന്നലെ ഉറക്കിൽ നിന്ന് കാലത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരുന്നല്ലോ. അതാടി കെട്ടിയവനായ എൻ്റെ സ്നേഹം. അതിനേക്കാൾ മുന്നേ എൻ്റെ ഐറ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചായിരുന്നു. അവളോട് എന്തോ പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയത്? അതെന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വാടി. നേരം വെയിറ്റ് ചെയ്യേണ്ട കെട്ടിയവനെ അവൾ ആ 2 വർഷത്തെ കഥ പറയാൻ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴോ പറഞ്ഞു ഞാൻ പോരുമായിരുന്നു. മണ്ണാങ്കട്ട, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അവളോട് പറഞ്ഞിട്ട് കുറച്ച് ദിവസം അവളൊപ്പം നിന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്രയായി? എനിക്ക് നീ ഇല്ലാതെ ഉറക്കരുന്നില്ലടി. അയ്യ, ഒന്ന് പോയേക്കാം. ആകെ 2 ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ പോയിട്ട്. അപ്പോഴേക്കും ഞഞ്ഞാ പറഞ്ഞു വരല്ലേ. അല്ലേലും എനിക്കിത് വേണം. പിറകെ നടന്ന പെൺപിള്ളേരെ തിരിഞ്ഞു നോക്കായിട്ടായിരിക്കും പഠിച്ചോൻ എന്നേക്കാൾ കൂടുതൽ ഫ്രണ്ടിനെ സ്നേഹിക്കുന്ന ഒരുത്തിന് എനിക്ക് തന്നത്. എന്നാ പിറകെ നടന്ന പെൺപിള്ളേരെ കെട്ടിക്കൂടായിരുന്നു? നിന്നെ കെട്ടിപ്പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. അല്ല, മോളിന്ന് ക്ലാസ്സിൽ നിന്ന് നല്ല റൊമാൻറ്റിക് മോഡലായിരുന്നല്ലോ, എന്തേ? ഇമ്പോസിഷൻ തന്നില്ലല്ലോ, അതാ. തന്നാ എന്നെക്കൊണ്ട് എഴുതിപ്പിക്കുമെന്ന് തോന്നി, അതാ. അപ്പോൾ ഭാര്യയെ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്.
നല്ലോണം മനസ്സിലാക്കിക്കും. ഇനി എന്തായാലും കൂടുതൽ നേരം ഞാനിവിടെ നിൽക്കുന്നില്ല. ഒരു ചീത്തപ്പേര് വാങ്ങിക്കൂട്ടാൻ താല്പര്യമില്ല. അപ്പോൾ ഇക്ക പോട്ടേടി മുത്തേ. റിനുവിൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു പോയ അർഷിയെ അവളൊരു ചിരിയോടെ നോക്കി. കാര്യം മനസ്സിലായില്ലേ? അർഷിയുടെ ഭാര്യയാണ് റിനു. ഇവരുടെ കല്യാണം കഴിഞ്ഞത് ഐറ അറിഞ്ഞിട്ടില്ല. അത് പറയാൻ വേണ്ടിയാണ് റിനു ശ്രമിക്കുന്നത് എങ്കിലും ആ 2 വർഷം എന്ന് പറയുമ്പോൾ ഐറിൻ്റെ കണ്ണു നിറയും. അപ്പോൾ ബാക്കി പറയാൻ തനിക്ക് കഴിയാറുമില്ല. പിന്നെ കുറച്ചു കാലം ഐറയുടെ കൂടെ നിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടുമാണ് ഇപ്പോൾ അർഷിയെ വിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. റിനു എഴുന്നേറ്റ് പോയ പിറകിൽ തന്നെ ഐറയും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റു. നിങ്ങൾക്ക് രണ്ടിനും എന്തു പറ്റി? ഏതോ കഴിഞ്ഞു പോയ 2 വർഷം നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാന്ന് ഓർത്തിട്ടാണോ നിങ്ങൾക്ക് ഭക്ഷണം തൊണ്ടക്കുയിന്ന് അങ്ങോട്ട് ഇറങ്ങാത്തെ? കാമിതാക്കളേക്കാൾ കഷ്ടമാണല്ലോ നിങ്ങൾ. അപ്പോൾ ദേഷ്യപ്പെട്ടോരോന്ന് പറഞ്ഞെങ്കിലും ഐറ വേഗം ക്ലാസ്സിലേക്ക് നടന്നു. ലാസ്റ്റ് ബെഞ്ചിൽ ഡെസ്കിൽ തലവെച്ച് കിടക്കുന്ന റിനുവിനടുത്തവൾ ഇരുന്ന് താൻ വന്നതറിയിക്കാൻ തൊണ്ടയൊന്നനകി. എന്താ റിനു നിന്റെ പ്രശ്നം? എന്താ നിനക്ക് പറ്റിയേ? എന്തായിരുന്നു നിനക്കൊരു സങ്കടം? എടി, എനിക്ക് നിന്നോടൊരു കാര്യം. മതി, നിന്റെ കല്യാണം കഴിഞ്ഞതാണോ നീ പറയാൻ കഷ്ടപ്പെടുന്നത്? ആണെങ്കിൽ അത് ഞാൻ നിങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കറിയേണ്ടത് നീയും അർഷിസാറും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നാണ്. ആ പ്രശ്നം മൂലമാണ് നിങ്ങൾ അകന്നു കഴിയുന്നത്. നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞേ. ഏയ്, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നിന്റെ കൂടെ നിൽക്കണമെന്ന് തോന്നി, അതാ. എന്നാൽ എൻ്റെ പൊന്നു മോള് ഇന്ന് തന്നെ അർഷിസാറിൻ്റെ വീട്ടിലേക്ക് പൊക്കോളാണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണട്ടെന്നു. അത് നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞിട്ടാണ് ഞാൻ കല്യാണം പറയാതിരുന്നത്. അതൊക്കെ എനിക്കറിയാലോ. ഞാൻ കല്യാണം അറിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ? ഒന്ന് ചിരിക്കടേ. ഐറ റിനുവിനെ ഇക്ലിയിട്ടതും റിനു പൊട്ടിച്ചിരിച്ചു. റിനുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന് ആ ടെൻഷൻ അകന്നു പോയിരുന്നു. തൻ്റെ കല്യാണത്തിനെ കുറിച്ച് പറയാത്തത് ഐറയ്ക്ക് സങ്കടമാകുമോ എന്ന് റിനുവിന് നല്ല പേടിയുണ്ടായിരുന്നു. ഐറ രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നന്നായി വൈകിയിരുന്നു. വേഗത്തിൽ റോഡിലൂടെ നടക്കുമ്പോഴാണ് ആദം തനിക്ക് മുമ്പിലേക്ക് വന്നത്. വന്നു കയറും, ഞാൻ ഹോസ്റ്റലിലാക്കി തരാം. നോ താങ്ക്സ്. അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൾ മുമ്പോട്ട് നടന്നു. ഇവനിപ്പോൾ ആരാ പറഞ്ഞു കൊടുത്തേ ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എന്നൊക്കെ ഈ കുരിപ്പ് കണ്ടുപിടിച്ചോ? അപ്പോൾ എന്നെക്കുറിച്ചുള്ള സർവേ നടത്തുന്നുണ്ട് ഈ ക്ലാപ്പൻ. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും ബൈക്ക് സൈഡാക്കി ശ്വാസം അവൾക്കൊപ്പം നടന്നു.